രാഷ്ട്രീയത്തിൽ ഞാൻ 100% വിജയം. എനിക്ക് 10-ൽ 10 മാർക്കും കൊടുക്കും. എനിക്ക് 100-ൽ 100 മാർക്കും തരും. ബിസിനസ്സിലോ? ബിസിനസ്സിൽ ഞാനൊരു 50% താഴെയാണ്. കാരണം എനിക്ക് എൻ്റെ ചില കുറവുകളുണ്ട്, അതെനിക്കറിയാം. ഈ കണക്ക് പറഞ്ഞ് പൈസ മേടിക്കാൻ ബുദ്ധിമുട്ടാണ്, ആളുകളോട് പൈസയുടെ കണക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇൻട്രോവേർട്ട് അല്ലേ? ഇൻട്രോവേർട്ട് അതിൻ്റെ മാത്രമല്ല, അത് ചിലപ്പോൾ നമ്മുടെ ചില സാഹചര്യങ്ങളുടെയൊക്കെ ഒരു അഭിമാനബോധമൊക്കെ ഇച്ചിരി കൂടുതലുണ്ട്. ഇപ്പോൾ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. എന്തോ ചോദിച്ചു. രാഷ്ട്രീയത്തിൽ 100-ൽ 100 കൊടുക്കാനുള്ളൊരു മാനദണ്ഡം അത് എങ്ങനെയായിരിക്കും? എനിക്ക് അത്രയും ആ കോൺഫിഡൻസ് എന്താ? അതിൻ്റെ കോൺഫിഡൻസ് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ വ്യത്യാസമില്ല. ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ രൂക്ഷമായിട്ട് പ്രതികരിക്കും, ആ പ്രതികരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ പെരുമാറുകയും ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന പ്രത്യയശാസ്ത്രവും എൻ്റെ പെരുമാറ്റവും തമ്മിൽ വ്യത്യാസം ഉണ്ടായിക്കൂടാ. എൻ്റെ പെരുമാറ്റവും എൻ്റെ സ്വഭാവവും തമ്മിൽ വ്യത്യാസം ഉണ്ടാകാം, പക്ഷെ അത് പരമാവധി ആ വ്യത്യാസം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മറ്റാളുകൾ എങ്ങനെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതല്ല. എൻ്റെ ഇപ്പോൾ 2 മക്കളാണ് ഉള്ളത്. അപ്പം മക്കൾ നാളെ എന്നെ കണ്ടിട്ട് കോൺഗ്രസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കുറവുകളുണ്ടാവും എനിക്ക്, എൻ്റെ കുറവുകൾ കൂടി തിരുത്തിയിട്ട് അവർ കോൺഗ്രസ് ആകണമെന്ന് ആഗ്രഹിക്കുന്നു. ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്ത് കോൺഗ്രസ് ആക്കാൻ നോക്കുന്നുണ്ടോ? ഞാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ആൾക്കാർ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ജിൻഡോയില്? ഒത്തിരി കുറേ പേരുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് തന്നെ ഞാൻ അത്ഭുതപ്പെടും. എൻ്റെ നാട്ടിലൊരു ചേട്ടൻ, അയാൾ CPM-ൻ്റെ അവിടുത്തെ വലിയ ബ്രാഞ്ച് ലെവലിലുള്ള ഒരാളൊക്കെയാണ്. പുള്ളി പറഞ്ഞു, ഞാൻ ജിൻഡോ ചോണ്ട ആരാ. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് അങ്ങനെ ഒരു ആരാധകയുണ്ട്. അങ്ങനെ കുറേ ആളുകളുണ്ട്. നമ്മളെ അങ്ങനെയല്ലേ നമുക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. നാളെ മക്കളിൽ ഒരാൾ SFIൻ്റെ കൊടിയും പിടിച്ച് വീട്ടിൽ കയറി വന്നാൽ അത് അവരുടെ ചോയ്സാണ്. അപ്പം അങ്ങനെ പറയല്ലേ? ഞാൻ പറയാം, അത് അവരുടെ ചോയ്സാണ്. അവരങ്ങനെ കൊടി പിടിച്ച് വരാതിരിക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ മുമ്പിൽ ഒരു നല്ല കോൺഗ്രസ്സുകാരനായിട്ട് ഞാൻ പ്രൂവ് ചെയ്യണം. അതെൻ്റെ കുറവാണ്. അപ്പോൾ കുട്ടികൾ അങ്ങനെ രാഷ്ട്രീയം പഠിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ എപ്പോഴും നോക്കി കാണിച്ചുകൊണ്ടാണ് വളർത്തുന്നത്? അവർക്ക് എൻ്റെ ചിഹ്നമൊക്കെ അറിയാം. അല്ല അങ്ങനെയല്ല, ചെറുതാണ്, പക്ഷെ അവര് രാഷ്ട്രീയത്തെ കുറിച്ച് അറിയാം. അവർക്ക് അത്യാവശ്യം നേതാക്കന്മാരെയൊക്കെ അറിയാം. അവർ വാർത്തകൾ കാണും, അവർക്കറിയാം.